നമസ്കാരം. KSRTCയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന തിരുവനന്തപുരം സ്വദേശി യദുവിനെ ഓർമ്മയില്ലേ? യദുവിനെ കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും പുറത്തു വന്നിരുന്നു. യദുവിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന്റെ ഔദ്യോഗിക സാരഥിയാക്കി ഡ്രൈവറാക്കി മാറ്റണം എന്നുള്ള അഭിപ്രായമുണ്ടായി. പക്ഷേ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും യദുവിന് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ യദുവിന്റെ ഒരു ഹ്രസ്വ അഭിമുഖം കണ്ടു. യദു ഇപ്പോൾ ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയിയായി സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഈ ഭക്ഷണ വിതരണം നടത്തുന്ന ഏജൻസികളുടെ ഡെലിവറി ബോയ് ആയിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ജീവിച്ചേ പറ്റൂ. കഷ്ടപ്പെട്ട് ഈ ജോലി പോയാലും അടുത്ത ജോലി തേടിപ്പിടിച്ച് ജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് യദു പങ്കുവച്ചത്. ഒപ്പം യദുവിനെ പിറകെ നടന്ന് ഈ ആര്യ രാജേന്ദ്രന്റെ ആളുകൾ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ നിയോഗിച്ചത് എന്ന് സംശയിക്കപ്പെടുന്ന പല ആളുകളും ഉദ്യോഗസ്ഥരും CPMന്റെ നേതാക്കളുടെയൊക്കെ നിർദ്ദേശപ്രകാരം യദുവിനെ വീണ്ടും വീണ്ടും പുറകെ നടന്ന് ദ്രോഹിക്കുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ് തൊഴിലാളിയായി പിന്നീട് മാറിയിരുന്നു. ഈ KSRTC താൽക്കാലിക ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു സ്വകാര്യ ബസ് ഓടിച്ചിരുന്നു. ഈ ബസ് യദു ഓടിക്കുന്ന ബസ് തന്നെ ടാർഗറ്റ് ചെയ്ത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ചില ആളുകളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പിടിക്കുകയും പെറ്റിയിടിക്കുകയും വഴിയിൽ തടയുകയും അനാവശ്യമായി പിടിച്ചിടുകയും ട്രിപ്പ് മുടക്കുകയും ഒക്കെ ചെയ്യുന്നതായുള്ള പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു. അതായത് യദു അവിടെ ഉള്ളത് കൊണ്ട് അയാളെ പുറകെ നടന്ന് ഉപദ്രവിച്ച് തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ചിലർ പെരുമാറുന്നു എന്നുള്ള ഒരു പരാതിയാണ് യദു തന്നെ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരന് വലിയ ഒരു ജനപിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്തുണയ്ക്കണം. മേയറുടെ ഡ്രൈവർ ജോലി കിട്ടിയില്ലെങ്കിലും കോർപ്പറേഷന് ധാരാളം വാഹനങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ താൽക്കാലിക ഡ്രൈവറായിട്ട്, താൽക്കാലിക പോസ്റ്റുകളാണ്, കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ചില ഡ്രൈവർമാർ ജോലി ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ജോലി കൊടുക്കണം എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറോടും അതുപോലെ തന്നെ കൗൺസിലർമാരോടും ഒക്കെ തന്നെ നമ്മളും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം പുറകെ നടന്ന് ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു കുടുംബസ്ഥനായ വ്യക്തിയെ, ഭാര്യ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ട് CPMന്റെ ചില ആളുകൾ ആര്യ രാജേന്ദ്രന് വേണ്ടി, അവർ നേരിട്ടാണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല, പക്ഷെ ഇത്തരത്തിൽ അവിടെ പല കളികളും നടക്കുന്നുണ്ട്. അയാൾ ബസ് ഓടിക്കുന്ന അയാൾക്ക് വലിയ ഇഷ്ടമാണ്. നല്ല രീതിയിലുള്ള ശമ്പളവും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം കഴിഞ്ഞുകൂടി പോകാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യദു ഓടിക്കുന്ന ബസ് മാത്രം തെരഞ്ഞു പിടിച്ച് പിടിക്കുകയും അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമവശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അവസാനം ആ മുതലാളി പറഞ്ഞു കാണും, അത് യദു പറഞ്ഞില്ല, മുതലാളി പറഞ്ഞു കാണും, നീ ഇനി വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ എന്റെ ട്രിപ്പ് മുടങ്ങുന്നു. കാരണം അയാൾക്കും ജീവിക്കണമല്ലോ. അയാളുടെ ഒരു വണ്ടി സമയത്തോടാതിരുന്നു കഴിഞ്ഞാൽ ആ പാവം പിടിച്ച ആ ബസ് ഉടമയ്ക്കും അത് നഷ്ടമാണ്. അത്തരത്തിൽ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിക്കാണ് യദു ഇറങ്ങിയത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഓട്ടം നടക്കുകയാണ്. യദു പറയുന്നത് ഇതാരും അറിഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും നടപടികളോ ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനം അല്ലെങ്കിൽ പിഴ ഈടാക്കലോ പെറ്റി കേസുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നേക്കാം. എന്നാലും ഞാൻ അടുത്ത പണിക്ക് പോകും, എനിക്കറിയാവുന്ന ജോലിക്കൊക്കെ ഞാൻ പോകും, എന്റെ കുടുംബം ഞാൻ പോറ്റും എന്ന ഒരു ഉറച്ച ദൃഢനിശ്ചയത്തോടെ, ആത്മവിശ്വാസത്തോടെയാണ് യദു മുമ്പോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. യദുവിനെ പുറകെ നടന്ന് ആക്രമിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധതയാണ്. ഒരു ചെറുപ്പക്കാരനെ പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക. മുൻ മേയറും ഭർത്താവായ MLAയും ഒക്കെ തന്നെ കാണിച്ച കളികൾ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾക്ക് ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം ഒരു കോർപ്പറേഷൻ തന്നെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയിട്ട്, അപ്പൊ പിന്നെ അതിൽ പിന്നെ അവരെ രാഷ്ട്രീയമായി ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർ ഈ അഹങ്കാരവും ധാർഷ്ട്യവും ഒന്നും അധികകാലം വാഴില്ല, ജനങ്ങൾ വാഴിക്കില്ല. കർമ്മം എന്നൊന്നുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അവനവന്റെ ഗതി അധോഗതിയായിരിക്കും എന്നത് എത്ര ഉദാഹരണങ്ങൾ സഹിതം വേണമെങ്കിലും ചൂണ്ടിക്കാട്ടാം. യദുവിനെ ഇനിയും ദ്രോഹിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടി ഇവരോടൊക്കെ തന്നെ CPM നേതാക്കളോടും ഒക്കെ തന്നെ വയ്ക്കുന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവനെ വെറുതെ വിട്ടുക.